വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന, സഭയുടെ ഏറ്റവും വലിയ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആ കുടുംബങ്ങൾ, വ്യക്തികൾ, അവരുടെ 7 അയലക്കത്ത്, നമ്മുടെ ലോക്കൽ ലാംഗ്വേജിലൊക്കെ പറയാണ്, നമ്മുടെ 7 അയലക്കത്ത് സാത്താനോ അവൻ്റെ ശക്തികളോ സമീപിക്കില്ല. എൻ്റെ നേരെ ഒന്ന് തിരിച്ച് ചിന്തിക്കുക. അവിടുന്ന് ഇവിടുന്ന് വരുന്ന എല്ലാ അടികളും നമുക്കിട്ട് കൊള്ളുന്നു, നമ്മുടെ കുടുംബത്തെ കയറി മാന്തുന്നു, നമ്മുടെ ശരീരത്തിന് അഫക്റ്റ് ചെയ്യുന്നു, നമ്മുടെ കുടുംബസമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു. പിശാച് പിടിച്ചിരിക്കുന്ന ജീവിതങ്ങൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞിങ്ങനെ ആ കെട്ടഴിക്കാൻ, ഈ ബന്ധനങ്ങൾ അഴിക്കാനൊക്കെ ഓടി നടക്കുന്നു. ഈശോയുടെ പരിശുദ്ധ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കാം. ബലിപീഠത്തിൽ അഴിയാവുന്ന കെട്ടുകളൊക്കെ ഉള്ളൂ നമുക്ക്. ആ ബലിപീഠത്തിൽ അഴിയാത്ത ഒരു കെട്ടും കെട്ടാൻ സാത്താന് സാധിക്കത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ അന്ന് ഇസ്രായേൽക്കാരെ പോലെ, യഹൂദരെ പോലെ സംശയിച്ച് നിൽക്കരുത്. ഇനിയും അടയാളത്തിന് വേണ്ടി ചോദിക്കരുത്. ഈശോ പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഐ എം വിത്ത് യു. എവിടെ? വിശുദ്ധ കുർബാനയിൽ. ഏറ്റവും വലിയ സ്നേഹ സാന്നിധ്യമായിട്ട് ഈശോ നമ്മുടെ അടുത്തുണ്ട്, വിശുദ്ധ കുർബാനയിൽ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് വേറെ എന്തും, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. ഈശോ ഒരു ഉറപ്പ് തരികയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ കർത്താവിനോട് ഈ സംശയങ്ങളൊക്കെ ചോദിച്ച്, അടയാളങ്ങളൊക്കെ ചോദിച്ച് നിൽക്കുന്ന ജനത്തോട് കർത്താവ് കൊടുക്കുന്ന ഒരു വലിയ വാഗ്ദാനമുണ്ട്. 6-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ വാക്യം, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയത്തില്ല. ഓക്കെ, നമ്മുടെ എല്ലാ സങ്കടത്തിനുള്ള ഒരു ഉത്തരം വിശുദ്ധ കുർബാന. ഈശോ പറയാണ്, ഞാനാണ് ജീവന്റെ അപ്പം, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും, അവന് ദാഹിക്കില്ല, വിശക്കില്ല. കാരണം എല്ലാം സ്വർഗത്തിന്റെ ഏറ്റവും വലിയ സമ്മാനം. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല, അവനെ ഞാൻ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കും.